യമനിൽ ജൂലൈ 16 വധിക്കുമെന്ന് അറിയിച്ചിരിക്കുന്ന നിമിഷപ്രിയയുടെ അമ്മയുടെയും ഭർത്താവിന്റെയും സുഹൃത്തിന്റെയും പ്രതികരണം വന്നിരിക്കുകയാണ്. ഓരോ മലയാളി മനസ്സിന്റെയും കാത്തിരിപ്പ് മിനിറ്റും മണിക്കൂറും എണ്ണി തള്ളി നീക്കുകയാണിപ്പോൾ. നിമിഷയുടെ ബാല്യകാലം മുതലുള്ള സുഹൃത്ത് വിനീത രാധാകൃഷ്ണന്റെ പ്രതികരണം ലഭിച്ചു. വിനീത പറയുന്നത്, ഞങ്ങൾ ഒന്നിച്ചു പഠിച്ച് ജീവിച്ച കാലമാണിപ്പോൾ ഓർമ്മ വരുന്നത്. നിമിഷപ്രിയ ഇത്തരത്തിലുള്ള കൃത്യം ചെയ്യുമെന്ന് വിശ്വസിക്കാനേ ആകുന്നില്ല. തന്റെ ബാല്യകാല സുഹൃത്തായ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയുള്ള വിനീത രാധാകൃഷ്ണന്റെ കരുതലും ജാഗ്രതയും ദുഃഖവും വേദനയായി പങ്കുവച്ചിരിക്കുന്നു. ജൂലൈ 16 എന്ത് സംഭവിക്കും എന്ന ചിന്തയിൽ നിരാശയുടെ വക്കിലാണെന്നും പറയുന്നു. 2018 യമനിലെ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്തിയതിന് ശിക്ഷിക്കപ്പെട്ട് സനയിലെ സെൻട്രൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 37കാരി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്ന തീയതി യമൻ അധികാരികൾ നിശ്ചയിച്ചത് വരുന്ന 16-നാണ്. അതായത് ഇനി വെറും 5 ദിവസങ്ങൾ കഴിഞ്ഞാൽ 16 അത്ര അടുത്തെത്തി യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വിധി. 37 വയസ്സുള്ള കേരളത്തിൽ നിന്നുള്ള പ്രവാസി നഴ്സിനെ വധശിക്ഷയ്ക്ക് വിധേയയാക്കാൻ യമൻ നിശ്ചയിച്ച തീയതിയിലേക്ക് അടുക്കുമ്പോൾ പ്രവാസ ലോകത്തും സങ്കടവും ആശങ്കയുമാണ്. അവസാന നിമിഷ നീക്കങ്ങൾ ഇറാൻ വഴി ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് നടത്തുകയാണ്. നിമിഷപ്രിയയുടെ അമ്മ യമനിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബവുമായി അവസാന ചർച്ച നടത്തുന്നു. ഇരകളുടെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് യമനിലെ ഇരയുടെ ഗോത്ര നേതാക്കളാണ് ചർച്ച നടത്തുന്നത്. തലാൽ അബ്ദു മെഹദിയെയാണ് നിമിഷപ്രിയ യമനിൽ കൊലപ്പെടുത്തിയത്. ഇഞ്ചക്ഷൻ കുത്തിവെച്ചുറക്കിയ ശേഷം ഇയാളെ കൊലപ്പെടുത്തുകയും മൃതദേഹം കഷ്ണങ്ങളാക്കി താമസ സ്ഥലത്തെ വാട്ടർ ടാങ്കിൽ ഇടുകയുമായിരുന്നു. അതിനുശേഷം യമനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമം നടത്തവേ റോഡിൽ വെച്ചാണ് നിമിഷപ്രിയ പിടിയിലാകുന്നത്. തലാൽ അബ്ദു മെഹദിയുമായി സനയിൽ ഒരു സ്വകാര്യ ക്ലിനിക് ആരംഭിച്ച നിമിഷയെ തലാൽ പീഡിപ്പിച്ചിരുന്നു. നിമിഷപ്രിയയുടെ പാസ്പോർട്ട് ഇയാൾ പിടിച്ചെടുത്ത് ഭാര്യ എന്നുള്ള വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടിയ പീഡനം നടത്തിയെന്നും അതിൽ നിന്നും രക്ഷപ്പെടാനാണ് നിമിഷ കൃത്യം നടത്തിയത് എന്നുമായിരുന്നു നിമിഷപ്രിയയുടെ വാദം. മയക്കുമരുന്ന് കുത്തിവെച്ച് തലാൽ അബ്ദു മെഹദിയെ ഉറക്കിക്കിടത്തി പാസ്പോർട്ട് കൈവശപ്പെടുത്തി രക്ഷപ്പെടാനായിരുന്നു നിമിഷയുടെ പദ്ധതി. എന്നാൽ മരുന്ന് അമിത അളവിൽ കുത്തിവെച്ചപ്പോൾ തലാൽ അബ്ദു മെഹദി മരിച്ചു എന്നോർത്ത് മൃതദേഹം ഒളിപ്പിക്കാനായിരുന്നു വെട്ടിനുറുക്കിയത് എന്നും നിമിഷപ്രിയ പറയുന്നു. കൊലക്കേസിൽ നിമിഷപ്രിയയെ ശിക്ഷിക്കപ്പെട്ടു. പാലക്കാട് ജില്ലയിലെ പൂങ്കയം ഗ്രാമത്തിലാണ് നിമിഷയുടെ കുട്ടിക്കാലം. അവിടെ ഇപ്പോൾ വിനീത രാധാകൃഷ്ണൻ അടക്കം പ്രാർത്ഥനയിലാണ്. പൂങ്കയം ഗ്രാമത്തിലെ വിനീതയും മറ്റെല്ലാവരും ഇപ്പോഴും ഇതിനോട് പൊരുത്തപ്പെട്ടിട്ടില്ല. നിമിഷ ഒരാളെ കൊല്ലുന്നത് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല. കൊല്ലങ്കോടുള്ള ധാത്രി ഗേൾസ് ഹൈസ്കൂളിന്റെ ഇടനാഴികളിലൂടെ ഒരിക്കൽ നടന്ന സത്യസന്ധയും നല്ല പെരുമാറ്റവുമുള്ള പെൺകുട്ടിയുടെ വിധിയിൽ സമയം കടന്നു പോകുമ്പോൾ വിനീത വേദനയിലാണ്. പൂങ്കയം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. സർക്കാർ ഇടപെടലിലൂടെ അവസാന നിമിഷം വരെ ഒരു ആശ്വാസം ഇപ്പോഴും സംഭവിക്കുമെന്ന് വിനീത വിശ്വസിക്കുന്നു. ഇടുക്കിയിലെ തൊടുപുഴയിൽ ദിവസവേതനക്കാരനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ടോമിയാണ് നിമിഷയുടെ ഭർത്താവ്. ടോമി ആകട്ടെ ഇപ്പോൾ കടക്കെണിതിയിൽ പൊറുതിമുട്ടുകയാണ്. നിമിഷയെ യമനിലേക്ക് അയക്കാനും യമനിൽ ക്ലിനിക് തുടങ്ങാനും 40 ലക്ഷത്തോളം രൂപയാണ് ടോമി വായ്പ വാങ്ങിയത്. അതൊന്നും ഇനിയും വീട്ടാനായിട്ടില്ല. മാത്രമല്ല കുടുംബത്തിന്റെ നിത്യച്ചെലവ് പോലും നടത്താൻ ടോമി ക്ലേശിക്കുകയാണിപ്പോൾ. അതിനിടയിൽ നിമിഷപ്രിയയെ രക്ഷിച്ച് 12 വയസ്സുള്ള മകൾ മിഷേലിനും അമ്മ പ്രേമകുമാരിക്കും ഭാര്യയും വീണ്ടും ഒന്നിപ്പിക്കാനുള്ള കാര്യത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകണം എന്നാണ് ടോമിയുടെ പ്രാർത്ഥന. എന്റെ മകൾക്ക് അമ്മ നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇത്രയും വർഷമായി നിമിഷയെ രക്ഷിക്കാൻ ഞാൻ എല്ലാ വാതിലുകളും മുട്ടി. പക്ഷെ ഇതുവരെ ഒന്നും വിജയിച്ചിട്ടില്ല. ഇന്ത്യൻ സർക്കാരിനോടുള്ള എന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ഉടൻ ഇടപെടുക എന്നതാണ്. കോതമംഗലത്തെ ഒരു സ്കൂൾ ഹോസ്റ്റലിലാണ് മിഷേലിന്റെ താമസം. ജയിലിൽ നിന്ന് ആഴ്ചത്തോറും അനുവദിച്ച ഫോൺ കോളുകളിലോ ചാറ്റുകളിലോ നിമിഷയുടെ മോചനത്തിനായുള്ള മുൻകൈകളെക്കുറിച്ച് ടോമി അവളെ അറിയിക്കുന്നു. ഒരാഴ്ച മുൻപാണ് അദ്ദേഹം അവസാനമായി ഭാര്യയോട് സംസാരിച്ചത്. നിമിഷയുടെ അമ്മ ഇപ്പോൾ യമനിൽ ഗോത്ര നേതാക്കളുമായും ഇരയുടെ കുടുംബവുമായും ചർച്ചകൾക്കായി എത്തിയിരിക്കുകയാണ്. സമൂഹം സ്ത്രീകളോടുള്ള ഉയർന്ന ബഹുമാനം അവരെ രക്തപ്പണം വാഗ്ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം 2012 ടോമിക്കൊപ്പം നിമിഷ യമനിലേക്ക് യാത്ര ചെയ്തിരുന്നു. മിഷേൽ ജനിച്ചതിന് ശേഷം യമനിലെ ആഭ്യന്തര യുദ്ധം കാരണം 2014 അച്ഛനും മകളും നാട്ടിലേക്ക് മടങ്ങി. അതേസമയം നിമിഷ സനയിൽ അവരുടെ ക്ലിനിക്ക് നടത്താൻ താമസിച്ചു. വധശിക്ഷ നടപ്പാക്കുന്ന തീയതി അടുക്കുമ്പോൾ തലാലിന്റെ ബന്ധുക്കളുമായി ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള ശ്രമങ്ങൾ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ ശക്തമാക്കിയിട്ടുണ്ട്. മാപ്പ് തേടാനുള്ള അവസാന ശ്രമമായി ആക്ടിവിസ്റ്റ് സാംബോൾ ജെറോം വ്യാഴാഴ്ച സനയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.